ആരുമില്ല, ആരും റെസ്പെക്ട് ചെയ്യുന്നില്ല, നിങ്ങളെ ആരും വലുതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഒരു വാല്യൂം ആരും തരത്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ബ്രോ നമ്മളിരിക്കുന്നത്. നമ്മുടെ സൊസൈറ്റിയും ഫ്രണ്ട്സും എല്ലാം നമ്മളെ അങ്ങനെയാണ് ആക്കി ഇരുത്തിയിരിക്കുന്നെങ്കിൽ എനിക്ക് നിങ്ങളെ വേണ്ടത്. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അയൺ ഗ്ലാഡഡ് ആയിട്ടുള്ള ആക്ഷനബിൾ സ്റ്റെപ്പാണ്. ഈ ആക്ഷനബിൾ സ്റ്റെപ്പ് നിങ്ങൾ അതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹ്യൂമൻ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളിതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ ഡെലിവറി ബോയ് ആയിട്ട് പാർട്ട് ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് പെട്ടെന്നൊരു ഓർഡർ വന്നു. ഞാൻ ഫോൺ എടുത്ത് വണ്ടി വെച്ചു. ഞാൻ ഇങ്ങനെ മാപ്പ് ചെയ്ത് നോക്കിയപ്പോൾ എത്ര ഞാൻ ശ്രമിച്ചിട്ട് എനിക്ക് കറക്റ്റായിട്ടുള്ള ആ ലൊക്കേഷനിൽ എത്താൻ പറ്റുന്നില്ല. ഗൂഗിൾ മാപ്പ് അവിടെ ഇവിടെയൊക്കെ ഇട്ട് തിരിക്കുക. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവരെ വിളിച്ചു. ഒരു ലേഡിയാണ്. ഹലോ മാഡം, ഒരു ഓർഡർ ഉണ്ടായിരുന്നു, എങ്ങോട്ടാണ് കൊണ്ടുവരേണ്ടത്, എനിക്ക് കറക്റ്റായിട്ട് ലൊക്കേഷൻ കിട്ടുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ സംസാരം കേട്ടാൽ തന്നെ അറിയാം, ഒരു 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 വല്ലാത്തൊരു രീതിയിലാണ് സംസാരിക്കുന്നത്. അവരെന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലൊക്കേഷനിൽ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഡെലിവറി ബോയ് എന്ന് പറഞ്ഞ് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൺ കട്ടി. എനിക്കപ്പോൾ ടെൻഷനായി. ഇത് കറക്റ്റായിട്ട് സമയത്തിന് കൊടുക്കണം, അല്ലെങ്കിൽ ഡിലേ ആയത് പ്രശ്നം വരും. ഞാൻ എങ്ങനെയോ കണ്ടുപിടിച്ചു, ആ വീട് ഞാൻ കണ്ടുപിടിച്ചു. ഞാൻ അവരുടെ വീടിൻ്റെ അടുത്ത് തന്നെ ആയി കിടന്നായി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇതിനകത്ത് ഏറ്റവും വലിയ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യം. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, ഞാൻ അവരുടെ വീടിൻ്റെ അടുത്ത് തന്നെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ജസ്റ്റ് ഒന്ന് വെളിയിലോട്ട് ഇറങ്ങി വന്നാൽ മതി, എന്നെ കാണാൻ പറ്റും. അവർ അതുപോലും ചെയ്തത്. അപ്പോൾ ഞാൻ അവരുടെ പ്രോഡക്റ്റ് എടുത്ത് ഞാൻ ഗേറ്റിൻ്റെ അവിടെ വരെ ചെന്നു. അവരുടെ അകത്ത് ഇങ്ങനെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. പെൺപിള്ളേരും ആൺപിള്ളേരും എല്ലാവരും, എൻ്റെ ഫ്രണ്ട്സൊക്കെ, അവരുടെ മക്കളുടെ ഫ്രണ്ട്സ് എങ്ങാണ്ടാന്ന് തോന്നുന്നു, കുറേ പേര് ഇരിപ്പുണ്ട്. അപ്പോൾ ഇവർ അങ്ങോട്ട് ഇറങ്ങി വന്നു. അപ്പം ഞാൻ ഗേറ്റ് ഇങ്ങനെ തുറക്കാൻ വേണ്ടി അകത്തോട്ട്, നമ്മൾ സാധാരണ ഒരു ഓർഡർ കൊടുക്കുമ്പോൾ അകത്തോട്ട് കൊണ്ടാണ് കൊടുക്കുന്നത്. അവരപ്പോൾ പറഞ്ഞൊരു കാര്യം എന്താ പറയുക, മതി മതി മതി, അകത്തോട്ടൊന്നും കയറണ്ട, അവിടെ വെക്ക്, ഇങ്ങനെ എന്നോട് പറഞ്ഞു. കാരണം ഇതിനകത്ത് ഏറ്റവും വലിയ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യം, അവിടെ ഇരുന്ന ആൾക്കാർ, ആ പിള്ളേർ, അവരെന്നെ വല്ലാത്ത രീതിയിൽ നോക്കി. എന്ന് വെച്ചാൽ വിഷമം ഉള്ള പോലെ, എന്തിനാ ഇവരിങ്ങനെ സംസാരിക്കുന്നത് എന്ന രീതിയിൽ അവർ നോക്കി. അവർക്കത് തോന്നി. റൈറ്റ്. ബട്ട് ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. ഞാനൊരു ഡെലിവറി ബോയ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് അവരെന്നെ ഇൻസൾട്ട് ചെയ്താലും, അവരെന്നെ റൂഡായിട്ട് സംസാരിച്ചാലും, അവർ ഈ രീതിയിൽ സംസാരിച്ചാൽ എനിക്ക് അതിന് മറുപടിയൊന്നും പറയാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് ദ പെയിൻഫുൾ തിങ്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. അതേസമയം ഞാൻ ഈ ഡ്യൂട്ടിയിലല്ല, എൻ്റെ തനി സ്വരൂപത്തിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ, ഞാനായിട്ട് ഇപ്പോൾ നിൽക്കുന്നതിൻ്റെ കൂട്ടാണ് ഞാൻ നിൽക്കുന്നത്, ഞാൻ ഒരു ഡെലിവറി ബോയ് ഒരു പാർട്ട് ടൈമായിട്ടും അവരുടെ വർക്കിന് വേണ്ടി അല്ല പോകുന്നതെങ്കിൽ, അവരീ പറഞ്ഞ പോലെ, അവർ ഈ റൂഡായിട്ട് സംസാരിച്ച പോലാണ് അവർ സംസാരിക്കുന്നതെങ്കിൽ, ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി നൽകുന്നു, അവരുടെ കണ്ണിൽ കൂടെ ചോര പൊടിയുന്ന രീതിയിൽ സംസാരിക്കാനും അത്രമാത്രം കോൺഫിഡൻസോടെ പിൻ പോയിന്റ് ആയിട്ടുള്ള വാക്കുകൾ കൊണ്ട് തന്നെ അടി കൊടുക്കാനും ഉള്ള എല്ലാ കാലിബറും ഉള്ള ഒരാളാണ് ഞാൻ. ബട്ട് ഞാനപ്പം എന്നെ കൺട്രോൾ ചെയ്തു. ഞാൻ അവിടെ തന്നെ വെച്ചു. ഞാൻ നേരെ വണ്ടി എടുത്തു, ആ ഡെലിവറി കംപ്ലീറ്റ് ചെയ്തു. ഞാൻ വണ്ടി എടുത്ത് ആ തിരിച്ചു വന്നപ്പോൾ ആ മനസ്സിൽ കൂടെ എല്ലാം ഓടിക്കൊണ്ടിരുന്നത്, അവരെന്തിന് എന്നോട് അങ്ങനെ പറഞ്ഞു, അവരെന്തുകൊണ്ട് എന്നോട് അങ്ങനെ പറഞ്ഞു. ചിലപ്പോൾ അവർ വേറെ ആരുടെയെങ്കിലും ദേഷ്യം കൊണ്ടായിരിക്കും, ചിലപ്പോൾ അവർ വീട്ടിൽ പ്രശ്നം ഉണ്ടായിരുന്നായിരിക്കും, എന്തെങ്കിലും കാരണമായിരിക്കും. ബട്ട് ആ ഇൻസൾട്ട് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ബ്രോ, നമ്മളിങ്ങനെയുള്ള സിറ്റുവേഷനിൽ വീണ്ടും വീണ്ടും പെടും. എനിക്ക് വേണ്ടത്, നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് അവെയർ ആയിരിക്കുക. ചിലപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത്, ചിലപ്പോൾ നിങ്ങളുടെ മാനേജർ കയ്യിൽ നിന്ന്, ചിലപ്പോൾ നിങ്ങളുടെ ബോസിൻ്റെ കയ്യിൽ നിന്ന്, ചിലപ്പോൾ നിങ്ങളുടെ ടീച്ചറുടെ കയ്യിൽ നിന്ന് ഹ്യൂമിലിയേറ്റഡ് ആയിട്ട് നിങ്ങൾ ഇൻസൾട്ടഡ് ആവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അപ്പോൾ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, എന്തുകൊണ്ട് നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതിന് കറക്റ്റായിട്ടുള്ള മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ട്, ബട്ട് നിങ്ങളുടെ ജോലി പോകും, നിങ്ങൾ ദേഷ്യപ്പെട്ടാൽ നിങ്ങളുടെ കറക്റ്റായിട്ട് പൈസ കിട്ടത്തില്ല, നിങ്ങൾക്ക് അത് വെച്ച് ലോൺ അടയ്ക്കാൻ. സോ ഇതുപോലെയുള്ള പ്രോബ്ലംസ് എല്ലാം നമ്മുടെ മൈൻഡിലേക്ക് വരും. അതുകൊണ്ട് യു നീഡ് ടു ലിസൺ ടു ദിസ്. നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ നിൽക്കുന്ന, നിങ്ങൾ എവിടുന്നെങ്കിലും ഹ്യൂമിലിയേഷനൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക്, അത് നിങ്ങൾക്ക് മാറ്റി നിങ്ങളുടെ തന്നെ ഒരു ബെസ്റ്റ് വേർഷനായിട്ട് നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ സൊസൈറ്റി, നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളുടെ ഫാമിലിയിലുള്ളവരും എല്ലാവരും നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഒരു കാര്യമാണ്, സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്ന അല്ല, സെൽഫ് റെസ്പെക്റ്റ്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റാണ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നതെങ്കിൽ അത് റാഡ് മൈൻഡ് സെറ്റാണ്. ഇപ്പോൾ പലരും അയക്കുന്നു, സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞതല്ലേ, ആ വാക്കിൻ്റെ അർത്ഥം അതാണല്ലോ, എന്നെ നോ, അതല്ല ബ്രോ, അതല്ല. എങ്ങനെ, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്? ദാറ്റ് ഇസ് എ ജെന്യുവൻ ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്? അതല്ല. സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ അത് വേർഡ് മാത്രമാണ്,
റിയൽ ആയിട്ടുള്ള ഈഗിൾ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടതും നിങ്ങൾ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും നിങ്ങൾക്ക് നിങ്ങളെ ഒരാളും ഇൻസൾട്ട് ചെയ്യരുത്, അപമാനിക്കരുത് എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കണം. സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ നിങ്ങളെ എത്രമാത്രം റെസ്പെക്റ്റ് ചെയ്യുന്നു, അവരെ സ്വയമായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോൾ. അവർക്കറിയാം ഒരുപാട് ഇവൻ്റെ അടുത്ത് കളിക്കാൻ പോയാൽ പണി കിട്ടും എന്നറിയാം. ദാറ്റ് ഈസ് സെൽഫ് റെസ്പെക്റ്റ്. അതാണ് ബ്രോ സെൽഫ് റെസ്പെക്റ്റ്. നിങ്ങളെ സ്വയമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നതല്ല ബ്രോ സെൽഫ് റെസ്പെക്റ്റ്. അതൊരു കള്ളത്തരമാണ്. നിങ്ങളോട് എല്ലാവരും പറഞ്ഞു തന്നിരിക്കുന്ന ഒരു പൊട്ടത്തരം മാത്രമാണ് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ. നിങ്ങളെ സ്വയമായിട്ട് റെസ്പെക്റ്റ് ചെയ്യും. ഞാൻ എന്നെ കുറേ റെസ്പെക്റ്റ് ചെയ്യും. നോ 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 നോ, ദാറ്റ് ഈസ് ക്രാപ്പ് ബ്രോ. ഇത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യണം. നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളിങ്ങനെ രണ്ടാൾക്കാരെ എടുക്കൂ. ഒരു പൈസ ഉള്ള ഒരാളും വരുന്നു, ഒരു പാവപ്പെട്ട ഒരാളും വരുന്നു. നിങ്ങളെ ജെനുവിൻലി ഇൻസ്റ്റൻ്റ്ലി നിങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നത് ആരെയായിരിക്കും? നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നത് ഈ പൈസയുള്ള ആളെയാണ്. അത് എങ്ങനെ സംഭവിക്കുന്നു? അതൊരിക്കലും നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്, നിങ്ങൾ നോക്കുന്നത് ഈ പൈസയുള്ള ആൾ സെൽഫ് റെസ്പെക്റ്റ് ഒരുപാട് കൊടുക്കുന്ന ആളെ സെൽഫ് റെസ്പെക്റ്റ് നോ 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 അതുകൊണ്ടല്ല. ഈ പാവപ്പെട്ട ഒരാളെ നിങ്ങൾ ജെനുവിൻലി കാണുമ്പോൾ തന്നെ ആ ഇൻട്രാക്ഷനിൽ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യാതിരിക്കുന്നത്, അത്ര വില കൊടുക്കാത്തത്, ഞാൻ നേരത്തെ പറഞ്ഞതിനോട് ഞാൻ ഡെലിവറി ബോയ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവരെനിക്ക് റെസ്പെക്റ്റ് തരാത്തത് എന്താണ്, എന്തുകൊണ്ടാണ്? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് ഞാൻ എത്രമാത്രം സെൽഫ് റെസ്പെക്റ്റ് കാണിക്കുന്നു, എനിക്ക് എത്രമാത്രം സെൽഫ് റെസ്പെക്റ്റ് ഉള്ളതെന്ന് വെച്ചിട്ടല്ല. അതല്ല, മറ്റുള്ളവർ ബാക്കിയുള്ളവർ എത്രമാത്രം റെസ്പെക്റ്റ് എനിക്ക് തരുന്നുണ്ട്, ഏത് ടൈപ്പുള്ള ജോബാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഇപ്പോഴത്തെ ഇത് സിമ്പിളി നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് കളയാം. ഈ പുവർ മാനെ മാറ്റിയിട്ട് ഒരു ആർമി ഓഫീസറെ വെക്കുക. ഓക്കെ, ഇൻസ്റ്റൻ്റ്ലി നിങ്ങളുടെ മൈൻഡ് ചേഞ്ച് ആയി. നിങ്ങൾ പൈസ ഉള്ള ഒരാളെ ആയിരിക്കത്തില്ല റെസ്പെക്റ്റ് ചെയ്യുന്നത്, ആർമി ഓഫീസറിനെ ആയിരിക്കും നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നത്. റൈറ്റ്? എന്തുകൊണ്ട്? അതൊരിക്കലും ആർമി ഓഫീസർ സെൽഫ് റെസ്പെക്റ്റ് വെക്കുന്ന ഒരാളായതുകൊണ്ടല്ല. അയാൾ ചെയ്യുന്ന ഡ്യൂട്ടി, അയാൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന ഡ്യൂട്ടി. പൈസ ഉള്ളവർ കുറേ ആൾക്കാരുണ്ട് ലോകത്ത്, കുറേ ആൾക്കാരുണ്ട്. ബട്ട് അയാളുടെ ലൈഫ് തന്നെ കൊടുത്തിരിക്കുന്നു, അത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് സെൽഫ് റെസ്പെക്റ്റ്. അല്ലാതെ ഈ പൊട്ടന്മാർ പറഞ്ഞു തരുന്നതിൻ്റെ കൂട്ട് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുള്ള ഒരു കാര്യമേ അല്ല സെൽഫ് റെസ്പെക്റ്റ്. എത്രമാത്രം ബാക്കിയുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് എ കറക്റ്റ് പോയിന്റ്. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. നമ്മൾ ഒരിക്കലും നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് ഡിസ്ട്രോയ് ചെയ്യരുത്. നമ്മൾ ഒരിക്കലും നമ്മുടെ സെൽഫ് റെസ്പെക്റ്റിനെ നശിപ്പിക്കരുത്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞു, സെൽഫ് റെസ്പെക്റ്റ് കൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ പ്രയോജനം, എന്താണ് സെൽഫ് റെസ്പെക്റ്റ് കൊണ്ട് ആരെങ്കിലും ബിൽഡ് ചെയ്യാൻ പോകുന്നത്? ബ്രോ, നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വുമണിനെ വേണമെങ്കിൽ, നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മണി വേണമെങ്കിൽ, നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് വേണമെങ്കിൽ, ഒരിക്കലും ഇതെല്ലാം നിങ്ങൾക്ക് സംഭവിക്കുന്നത് നിങ്ങളെ എല്ലാവരും ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന, നിങ്ങളെ ആരും ഒരു വില തരാത്ത, നിങ്ങളെ ആരും വലിയ കാര്യമായിട്ട് എടുക്കാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല ലൈഫിൽ. ഞാൻ നോർമൽ ആൾക്കാരുടെ കാര്യമല്ല പറയുന്നത്, ഞാൻ റാഡ് ലൈഫ് കൊണ്ടുപോകുന്ന ആൾക്കാരുടെ കാര്യമല്ല പറയുന്നത്. നമുക്കൊരു എയിമുണ്ട്, നമുക്കൊരു ലക്ഷ്യമുണ്ട്. ഇസഡ് ഗ്രൂപ്പിൻ്റെ ഒരു വീഡിയോ എങ്കിലും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആയിരിക്കണം. ആ ഇൻഫോർമേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ബ്രോ, റിയാലിറ്റി നമ്മൾ വിചാരിക്കുന്നതിൻ്റെ കൂട്ടല്ല, നിങ്ങളിപ്പോൾ വിചാരിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ കൂട്ടായിരിക്കത്തില്ല ലൈഫ് ഓൾവേസ് ഹാർഡാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ സെൽഫ് റെസ്പെക്റ്റിന് അത്രമാത്രം വാല്യൂ, ബ്രോ, നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിന് നിങ്ങൾ അത്രമാത്രം വാല്യൂ കൊടുത്തിരിക്കണം. നിങ്ങളൊരു കാര്യം ഇമാജിൻ ചെയ്ത് നോക്കുമ്പോൾ, ഒരു വുമണിന് നിങ്ങളെ അട്രാക്റ്റീവായിട്ട് തോന്നി, നിങ്ങൾ അങ്ങനെ ഡേറ്റിനൊക്കെ പോയി നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചു നോക്കി. ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ പെണ്ണുങ്ങൾ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അവർ ഭയങ്കര ജഡ്ജ്മെൻ്റലാണ്. ഓക്കെ, അവർ നിങ്ങളൊരു റിലേഷന് മുമ്പ് വരുന്നതിന് മുമ്പ് ഫസ്റ്റ് ഡേറ്റ് ഒക്കെ സമയത്ത് നിങ്ങളെ ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്യും. ഓക്കെ, ഇതാണ് കാര്യങ്ങൾ, ഇങ്ങനെയാണോ, ഓക്കെ ഇവൻ ഇങ്ങനെയാണോ, ഓക്കെ ഇങ്ങനെ ജഡ്ജ് ചെയ്യും. അവർ സബ് കോൺഷ്യസ്ലി ചിലപ്പോൾ ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കും, ഐ ഡോണ്ട് നോ, ബട്ട് ദേ ഡു ഇറ്റ്. ഓക്കെ, അങ്ങനെ അവർ നോക്കുമ്പോൾ, നിങ്ങളുടെ ഫ്രണ്ട്സിനെ നോക്കുമ്പോൾ, നിങ്ങളുടെ ഫ്രണ്ട്സ് എത്രമാത്രം റെസ്പെക്റ്റ് നിങ്ങൾക്ക് തരുന്നുണ്ട്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഗേളിനെ ഫ്രണ്ടുമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവന്മാർ എന്ത് റെസ്പോൺസാണ് കൊടുക്കുന്നത്? അവന്മാർ നിങ്ങളെ കളിയാക്കുന്നുണ്ടോ? അവന്മാർ നിങ്ങളെ എങ്ങനെ സംസാരിക്കുന്നു? അവർ നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? സോ ഈ കാര്യങ്ങളൊക്കെ നോക്കും. ഇത് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു നീഡ് സെൽഫ് റെസ്പെക്റ്റ്. ബാക്കിയുള്ളവർ നിങ്ങൾക്ക് വില തരണം, നിങ്ങളെ വാല്യൂ ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അയൺ ഗ്ലാഡഡ് ആയിട്ടുള്ള
ആക്ഷനബിൾ സ്റ്റെപ്പാണ്. ഈ ആക്ഷനബിൾ സ്റ്റെപ്പ് നിങ്ങൾ അതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എപ്പോഴും ഇത് ഞാൻ പറയണോ വേണ്ടോ എന്ന് കുറേ ആലോചിച്ചു, ബട്ട് ഐ വിൽ ഡു ഇറ്റ്. 2 ടൈപ്പ് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ളി ഓൺ ഒരു കാര്യമാണ് സൈക്കോളജി ഓഫ് ഹ്യൂമൻ സൈക്കോളജിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സെൽഫ് റെസ്പെക്റ്റ് ഇരിക്കുന്നത്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. സോ അത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹ്യൂമൻ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനിൽ നിന്ന് തുടങ്ങാം. നിങ്ങൾ സെൽഫ് റെസ്പെക്റ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ ഈ കാര്യം നിങ്ങൾ നിങ്ങളുടെ മൈൻഡിലേക്ക് ആഡ് ചെയ്തോളൂ. ആഡ് വാല്യൂ ടു യുവർ വേർഡ്. നമ്പർ 1 ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ വാക്കിന്, നിങ്ങൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ആ വാക്കിന് വാല്യൂ വേണം. നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റ് വേണമെങ്കിൽ, നിങ്ങളെ ബാക്കിയുള്ള ഒരു റെസ്പെക്റ്റ് വേണമെങ്കിൽ, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഗേൾ ഫ്രണ്ടിനെ വേണമെങ്കിൽ, നിങ്ങൾക്ക് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് ഡിസിപ്ലിൻ വേണമെങ്കിൽ, ഈ കാര്യം ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ രാവിലെ ഇപ്പോൾ പറയാം, ഞാൻ 5:30 ആകുമ്പോൾ ജിമ്മിൽ പോകും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് 5:30 ആകുമ്പോൾ ജിമ്മിൽ പോയിരിക്കണം. അതിവിടെ കിടന്ന് ഉറങ്ങാൻ എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, നല്ല കംഫർട്ടായിട്ട് സുഖമായിട്ട് കിടന്നാൽ എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല. ബട്ട് ഞാൻ പറഞ്ഞു, ഞാൻ വാക്ക് കൊടുത്തു, അതുകൊണ്ട് എനിക്ക് ചെയ്തിരിക്കണം. കാരണം ഞാൻ ആ സമയത്ത് ചെല്ലുമ്പോൾ അവിടെ എന്താണ് റിയലി സൈക്കോളജിപരമായിട്ട് സംഭവിക്കുന്നത്? ഓക്കെ, അഭിഷേക് ഈ സമയത്ത് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വന്നിരിക്കും. ഓക്കെ, സോ ദേ വിൽ റെസ്പെക്ട് മീ, റൈറ്റ്? നിങ്ങൾ ഇമാജിൻ ചെയ്തു, നിങ്ങൾ എത്ര ഫ്രണ്ട്സ് ഉണ്ട്, നിങ്ങൾ ഒരു സമയത്തിന് വിളിക്കുമ്പോൾ ഭയങ്കര ലേറ്റായി വരുന്നത്. അവരെ ആരെങ്കിലും റിയലി നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ എന്തായിരിക്കും അവരെക്കുറിച്ച് തിങ്ക് ചെയ്യുന്നത്? അതുപോലെ ആയിരിക്കും നമ്മളെക്കുറിച്ചും തിങ്ക് ചെയ്യുന്നത്. സോ ആഡ് വാല്യൂ ടു യുവർ വേർഡ്. നിങ്ങൾ വേറെ ഒന്നും തിങ്ക് ചെയ്യേണ്ട, ഇത് നിങ്ങളുടെ മൈൻഡിലേക്ക് എടുക്കുക. നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ ഇപ്പം മുതൽ, ഈ നിമിഷം മുതൽ നിങ്ങൾ ഒരു കാര്യം പറയുകയാണ്, ഓക്കെ ഞാൻ ഇന്ന് 10 പുഷപ്പ് അടിക്കും. അത് നിങ്ങളോട് തന്നെ പറയുമായിരിക്കും. ആ സമയത്ത് നിങ്ങൾ 10 പുഷപ്പ് അടിച്ചിരിക്കണം. ഓക്കെ, ഞാൻ 1 വീക്കിനുള്ളിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ക്രഷ് ഉണ്ട്, അവളെ ഞാൻ പ്രപ്പോസ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രപ്പോസ് ചെയ്തിരിക്കണം. അവൾ വീട്ടിൽ പോയി പറയുമോ, അവൾ പ്രശ്നം ഉണ്ടാക്കുമോ, അവളെ റിജക്റ്റ് ചെയ്യുമോ, അവൾ കളിയാക്കുമോ, കൂട്ടുകാരികളെ വെച്ച് കിക്കാന്ന് ചിരിക്കുമോ, ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. എന്തുകൊണ്ട്? യു സെഡ് യുവർ വേർഡ് ബിക്കോസ് യു ആർ എ കോൺഫിഡൻറ്റ് പേഴ്സൺ. 1. 2, യു റെസ്പെക്ട് യുവർ സെൽഫ്. എന്ന് വെച്ചാൽ ബാക്കിയുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും. എന്തുകൊണ്ട്? നിങ്ങളുടെ വേർഡ് അയൺ ഗ്ലാഡഡ് ആയിട്ടുള്ള വേർഡാണ്. നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ അത് ചെയ്തിരിക്കും. ഇപ്പം ഞാനുമായിട്ട് ഏതെങ്കിലും ഒരു ഇൻട്രാക്ഷന് ആരുമായിട്ട് അടി ഉണ്ടാവുക, ഞാനോട് പറയും എനിക്ക് അടി ഉണ്ടാക്കാൻ പ്രത്യേകം താല്പര്യം ഇല്ലാത്ത ഒരാളാണ്, ബട്ട് ഓക്കെ നമ്മൾ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ പോകുന്നില്ലേ എന്ന് പറഞ്ഞ് ഞാൻ ബാക്കിലോട്ട് മാറും. ഓക്കെ, എന്നിട്ടും അവരെന്നെ ഇൻട്രാക്ട് ചെയ്യാൻ വരിക, എന്നിട്ടും അവരെൻ്റെ ബൗണ്ടറിയിലേക്ക് കയറി വരികയാണെങ്കിൽ ദർ വിൽ ബി എ കോൺസിക്വൻസ്, റൈറ്റ്? കാരണം എന്തുകൊണ്ട്? ഞാനത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയും അത് റിപ്പീറ്റ് ചെയ്യുന്നെങ്കിൽ അവിടെ എൻ്റെ വാക്കിന് പിന്നെ വാല്യൂ ഇല്ല, റൈറ്റ്? അവരെന്നെ റെസ്പെക്ട് ചെയ്യുന്നില്ല. സോ ഐ ഡോണ്ട് കെയർ, റൈറ്റ്? തിങ്ക് ദാറ്റ് വേ. ഇത് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കണം. ഇത് അയൺ ഗ്ലാഡഡ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ ലൈഫ്, ബ്രോ ഐ എം ഗ്യാരണ്ടി ചെയ്യുന്നു, നിങ്ങളുടെ ലൈഫ് വിൽ ചേഞ്ച്. ബ്രോ, അടുത്ത ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഹൗ മച്ച് ഹാർഡ് വർക്ക് യു പുട്ട് ഇൻ യുവർ ലൈഫ്. എത്രമാത്രം ഹാർഡ് വർക്ക് നിങ്ങൾ പുട്ട് ചെയ്യുന്നുണ്ട്, എത്രമാത്രം കഷ്ടപ്പെടുന്നു. ബ്രോ, ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യുന്നു, നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റ് വേണമെങ്കിൽ, നിങ്ങൾ ബാക്കിയുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ബ്രോ, എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമില്ലാത്ത, എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത, ഭയങ്കര ബലബലാന്ന് സംസാരിക്കുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടറായിട്ടുള്ള ഒരു ആളാണെങ്കിൽ പോലും അവൻ അത്രമാത്രം വർക്ക് അവൻ കൊടുക്കുന്നുണ്ട്. അവൻ ക്ലാസ്സിൽ നല്ലോണം സ്കോർ ചെയ്യുന്നുണ്ട്, അവൻ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുന്നുണ്ട്, അവൻ കറക്റ്റ് ജിമ്മിൽ ഭയങ്കര ഹാർഡായിട്ടുള്ള, ഇങ്ങനെ നമ്മളിങ്ങനെ ജിമ്മിൽ ഇങ്ങനെ ഡംബൽ എടുക്കുമ്പോൾ ഇങ്ങനെ കൈ വിറയ്ക്കത്തില്ല, അത്രമാത്രം ഹാർഡായിട്ട് ഇമാജിൻ ചെയ്ത് നോക്കൂ ബ്രോ. അത്രമാത്രം ഹാർഡായിട്ട് അവൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, എനിക്ക് അവനെ ഇഷ്ടമല്ലെങ്കിലും, എനിക്ക് അവനോട് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിലും, ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവനെ റെസ്പെക്ട് ചെയ്യും. സബ് കോൺഷ്യസ്ലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരാളുടെ മുഖം നിങ്ങൾക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരിക്കും. ദാറ്റ് ഈസ് ദ പോയിന്റ്. അങ്ങനെ ഒരാളായിട്ട് നിങ്ങൾ മാറണം. സോ നിങ്ങൾ ചെയ്യേണ്ടത്
എത്രമാത്രം ഹാർഡ് വർക്ക് നിങ്ങൾ പുട്ട് ചെയ്യും. ഇതിനകത്തൊരു ട്രിക്കി പാർട്ടും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒരിക്കലും നിങ്ങൾ വീടിനകത്ത് കയറി ഒളിച്ചിരുന്നിട്ട് ഹാർഡ് വർക്ക് പുട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നോബഡി ഈസ് ഗോയിങ് ടു ഡു. നമ്മുടെ മെയിൻ എയിം എന്താണ്? സെൽഫ് റെസ്പെക്റ്റ് ആണ്. സെൽഫ് റെസ്പെക്റ്റ് ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു. അത് നിങ്ങൾ എത്രമാത്രം നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നു എന്നല്ല, ബാക്കിയുള്ളവർ നിങ്ങളെ എത്രമാത്രം റെസ്പെക്ട് ചെയ്യുന്നു. അത് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ ഈ ഹാർഡ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ ജെനുവിൻലി ചെയ്യണം, 100% ചെയ്യണം, ഒരു കോപ്പി മെക്കാനിസം ചെയ്യാൻ പറ്റും. ബട്ട് നിങ്ങൾ ചെയ്യുന്നത് ബാക്കിയുള്ളവർ കാണണം. അവർ കാണണം നിങ്ങൾ എത്രമാത്രം ഹാർഡ് വർക്ക് പുട്ട് ചെയ്യുന്നുണ്ട്, എത്രമാത്രം നിങ്ങൾ സ്ലീപ്പിനെ നിങ്ങൾ ഡിസ്ട്രോയ് ചെയ്തിട്ടാണെങ്കിൽ പോലും നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ് ടു ഡു. ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾക്ക് തന്നെ ജെനുവിൻലി അറിയാം ബ്രോ. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് വിൽ ചേഞ്ച്, റൈറ്റ്? ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കുറച്ച് ഡീപ്ലി ഓൺ സൈക്കോളജി. നമ്മൾ കുഞ്ഞുനാളെയൊക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ ഈ മെഴുകുതിരി കത്തിച്ച് വെക്കുമ്പോൾ അല്ലെങ്കിൽ വിളക്ക് കത്തിച്ച് വെക്കുമ്പോൾ നമ്മൾ ആദ്യം കൊണ്ട് അതിനകത്ത് വെട്ടം കണ്ടിട്ട് കൈ ഇടും. അപ്പോൾ അത് നമ്മൾ കൈ വേദന എടുക്കും, നമ്മൾ തിരിച്ചെടുക്കും. ഓക്കെ, അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ബേസിക്കലി നടക്കുന്നത്. നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു സെറ്റ് യുവർ ബൗണ്ടറി, റൈറ്റ്? ഇതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ, ബട്ട് ആരും ചെയ്യാത്ത കാര്യമാണ്. യു നീഡ് ടു സെറ്റ് യുവർ ബൗണ്ടറി, റൈറ്റ്? അത് എസ്പെഷ്യലി ഗേൾസിൻ്റെ കാര്യത്തിൽ, കാരണം അവൾമാർ എപ്പോഴും നിങ്ങളെ എന്താണ് ട്രയൽ ചെയ്തുകൊണ്ടിരിക്കും, ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യും. ബട്ട് യു നീഡ് ടു സെറ്റ് യുവർ ബൗണ്ടറി. നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ, ഈവൻ ഇൻ ടേംസ് ഓഫ് മെൻ. കാരണം നിങ്ങൾ അത് ഏറ്റവും കൂടുതൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അത് നിങ്ങൾ ഫസ്റ്റ് ടൈം തൊട്ട് തന്നെ ചെയ്തിരിക്കണം. അത് നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ യു കനോട്ട് ഡു നത്തിങ്. ഇമാജിൻ ചെയ്യൂ, നിങ്ങൾ എല്ലാവരും കൂടെ, നിങ്ങൾ 4 പേരുണ്ട്, ഓക്കെ, നിങ്ങൾ 4 പേരുണ്ട്, നിങ്ങളുണ്ട്. നിങ്ങൾ ഒരു ക്യാമ്പിൽ പോയി, ബാക്കിയുള്ള ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട്, നിങ്ങളുടെ 4 പേരാണുള്ളത്. നിങ്ങളൊരു ക്യാമ്പിൽ പോയി. അവരെല്ലാവരും നിങ്ങൾ ആദ്യമേ ഇൻസൾട്ട് ചെയ്യുന്നു. നിങ്ങൾ അവരെല്ലാവരും നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചിരിച്ചുകൊണ്ടിരിക്കുന്നു, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ എത്രമാത്രം വാല്യൂ അവന്മാർ നിങ്ങൾക്ക് തരും? എത്രമാത്രം അവന്മാർ റിയലി നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്? ഇല്ല. നിങ്ങൾ ഒരു റെസ്ട്രിക്ഷനും കാണിക്കുന്നില്ല. അവന്മാർ എന്ത് തോന്നിവാസം കാണിച്ചാലും നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ യു കനോട്ട് ഡു നത്തിങ്. അതേസമയം ഒരു ഈഗിൾ മൈൻഡ് ആയിട്ടുള്ള ഒരാളും ബാക്കി ഫ്രണ്ട്സുമാണ് വരുന്നതെങ്കിൽ ആ ഫ്രണ്ട്സ് ഈ എല്ലാവരും കൂടെ ഈഗിളിനെ ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിക്കും, ഉറപ്പായിട്ട് ശ്രമിക്കും. ബട്ട് ഈഗിൾ അതിനെ റെസ്ട്രിക്ട് ചെയ്യുന്നു. ഈഗിൾ കറക്റ്റായിട്ടുള്ള കൗണ്ടറിങ് കൊടുക്കുന്നു. അത് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഓക്കെ, ഇവൻ ഇത്രയും ബൗണ്ടറി ഉണ്ട്, ആ ബൗണ്ടറിയുടെ അകത്തോട്ട് നമ്മൾ കയറാതിരിക്കുന്നതാണ് നല്ലത്. കയറിയാൽ തിരിച്ചു പണി കിട്ടും. ദാറ്റ് ഈസ് സെൽഫ് റെസ്പെക്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ നെറ്റി വിളിച്ചിട്ടോ നിങ്ങൾ ഞാൻ പറയുന്ന പൊട്ടത്തരമാണ് പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. ഡു ഇറ്റ്. ആൻഡ് എസ്പെഷ്യലി ശ്രദ്ധിക്കണം, എപ്പോൾ നിങ്ങൾ ആ ഇൻട്രാക്ഷൻ തുടങ്ങുന്നു, ആരായിട്ടാണോ നിങ്ങൾ ഇൻട്രാക്ഷൻ തുടങ്ങുന്നത്, ആ ഫസ്റ്റ് ടൈം തൊട്ട് തന്നെ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിൻ്റെ ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ യു കനോട്ട് ഡു നത്തിങ്. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അത് ഡിസ്ട്രോയ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. നത്തിങ്. ദാറ്റ് ഈസ് എ റിയാലിറ്റി. ഐ എം ടെല്ലിങ് യു ബ്രദർ. ബ്രോ, ഈ കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ ഞാൻ ഈ പറഞ്ഞ 1, 2, 3 ഈ 3 കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ ഇത് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. യു വിൽ സീ ദ ചേഞ്ച്. ഞാൻ പറയുന്നു, എനിക്ക് നിങ്ങളെ വേണ്ടത്, എനിക്ക് നിങ്ങളെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു റാറ്റ് ബ്രെയിനിലാണെന്ന് വെച്ചോ. റാറ്റ് ബ്രെയിനിലാണ്, ആരുമില്ല, ആരും റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, നിങ്ങളെ ആരും വലുതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഒരു വാല്യൂം ആരും തരത്തില്ല. അങ്ങനൊരു സിറ്റുവേഷനാണ് ബ്രോ നമ്മളിരിക്കുന്നത്. നമ്മുടെ സൊസൈറ്റിയും ഫ്രണ്ട്സും എല്ലാം നമ്മളെ അങ്ങനെയാണ് ആക്കി ഇരുത്തിയിരിക്കുന്നെങ്കിൽ എനിക്ക് നിങ്ങളെ വേണ്ടത്, നിങ്ങളുടെ പേര് അരുൺ എന്നാന്ന് വെച്ചു, അരുണിന് എനിക്ക് വേണ്ടത് എന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഇസഡ് ഗ്രൂപ്പിൽ തരുന്ന ഇൻഫോർമേഷൻ നിങ്ങൾ ഗെയിൻ ചെയ്തിട്ട് നമ്മൾ ഈ പറയുന്ന സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഹാർഡായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് അവർ ഒരു 2 മാസം 3 മാസമൊക്കെ കഴിഞ്ഞ് നിങ്ങളെ കാണുമ്പോൾ അവർ പറയും, അരുണിൻ്റെ ബോഡി ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ടോ, അരുണിൻ്റെ ആറ്റിറ്റ്യൂഡ് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ടല്ലോ, അരുണിൻ്റെ സ്റ്റൈൽ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ടല്ലോ, അരുൺ ഭയങ്കര അച്ചീവ്മെന്റ് ലൈഫിൽ നടക്കുന്നുണ്ടല്ലോ, അരുൺ പഴയതിനേക്കാളും നല്ല പൈസ ഉണ്ടല്ലോ, അരുൺ പഴയതിനേക്കാളും നല്ല ബോഡി ഉണ്ടല്ലോ. സോ ഇങ്ങനെയുള്ള സംസാരം അവർ ഉണ്ടാക്കണം. അതാണ് എൻ്റെ എയിം, അതാണ് എൻ്റെ ലക്ഷ്യം. നിങ്ങൾ ഈ ഒരു ഡാർക്ക് ഏജിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, നിങ്ങൾ വിഷമിച്ച് സങ്കടപ്പെട്ട് നിങ്ങൾക്ക് ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, നിങ്ങൾ വീട്ടുകാർ പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. സോ ഇങ്ങനൊരു സിറ്റുവേഷനിലാണ് ബ്രോ നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ എനിക്ക് നിങ്ങളെ വേണ്ടത്.
എനിക്ക് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളെ രക്ഷപ്പെടുത്തണം ആഗ്രഹം കാണത്തില്ല, ബട്ട് ഐ ഹാവ്. എനിക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, യു നീഡ് ടു ഡു സെൽഫ് ഇമ്പ്രൂവ്മെന്റ്. നമ്മൾ ഒരുമിച്ച് ഇമാജിൻ ചെയ്ത് നോക്കും, നമ്മൾ ഒരുമിച്ച് ഒരു കൾട്ടായിട്ട്, ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് സെൽഫ് ഇമ്പ്രൂവ്മെന്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് നടത്താൻ പറ്റും. അരുണിന്റെ ലൈഫിൽ സംഭവിച്ചതിൻ്റെ കൂട്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. തിങ്ക് അബൌട്ട് ഇറ്റ് ബ്രോ, തിങ്ക് അബൌട്ട് ഇറ്റ്. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. നമ്മൾ ഒരുമിച്ച് ഈ സെൽഫ് ഇമ്പ്രൂവ്മെന്റ് ചെയ്യും. ഹാപ്പി ആയിട്ടിരിക്കൂ, സന്തോഷമായിട്ടിരിക്കൂ. എനിക്ക് വേണ്ടത് ഇത് തന്നെയാണ്. നിങ്ങളുടെ ലൈഫിൽ വേണ്ടതും ഇത് തന്നെയാണ്. നിങ്ങൾ എന്ത് വിഷമം ഉണ്ടെങ്കിലും ഐ ആം വിത്ത് യു. You will never walk alone because we are the set group. This is not the end. This is the beginning. Love you, brother. Ma. രണ്ടുമ്മ.